വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റൈസാണ് പുദീന റൈസ്, അല്ലെങ്കിൽ മിൻറ്റ് പുലാവ് എന്ന് പറയാം. കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഈ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഹെൽത്തിയുമാണ്. നമുക്കിതിൽ ഇലകളൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു പേസ്റ്റ് മാത്രം തയ്യാറാക്കിയാൽ മതി. അതിന് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കുക, 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 പിടി പുതിന, 1 പിടി മല്ലിയില, കൂടെ കളർ പോകാതിരിക്കാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുക. ഇത് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിൽ വഴണയില, പട്ട, ഏലക്ക, ഗ്രാമ്പു ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് നിറം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം പൊട്ടിയതിന് ശേഷം ഒരു സവാള പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടുന്നത് വരെ. കൂടെ എരിവിന് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ചേർക്കുക. അരപ്പിൽ നമ്മൾ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുന്നതും ചേർക്കാത്തതും അവരവരുടെ സ്വാദിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സവാളയും കൂടെ ചേർത്ത് ഒന്ന് വാടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നിടം വരെ വഴറ്റിയെടുക്കുക. എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്കതിൽ വേവിച്ച് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്താൽ മതി. കൂട്ടത്തിൽ 1 പിടി കുറച്ച് പുതിന ഇല ഇതുപോലെ അരയ്ക്കാതെയും കൂടെ ചേർക്കുക. ഇത് ചേർക്കണോ വേണ്ടോ എന്നുള്ളത് അവരവരുടെ ഇഷ്ടത്തിന് അത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. നന്നായി ഉതിരുതിരായിട്ടുള്ള അരിയാണ് ചേർക്കേണ്ടത്. വേവിക്കുമ്പം ശ്രദ്ധിച്ച് വേവിച്ചാൽ മതി. ആദ്യം ഞാൻ 2 കപ്പ് ചേർത്ത് കാണിച്ചു തരാം. അപ്പോൾ നല്ല കളറായിട്ട് വേണമെന്നുള്ളവർക്ക് ആ 2 കപ്പ് ചേർക്കുക. കുറച്ചും കൂടെ പുതിനയുടെ പേസ്റ്റ് കുറച്ച് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് 2 കപ്പ് ഈ അളവിൽ ചേർക്കുക. ഇല്ലെങ്കിൽ 2 കപ്പും കൂടെ പിന്നെ ഒന്നും കൂടെ ചേർത്ത് കാണിക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ശകലം മുളക് ചതച്ചതും കൂടെ അവരവരുടെ സ്വാദിനാവശ്യമുള്ളത് ചേർക്കുക. എല്ലാം ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇപ്പം ഈ കളർ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചോറ് ചേർക്കാവുന്നതാണ്. ഇപ്പം ഏകദേശം 4 കപ്പോളം ചോറ് ചേർത്തിട്ടുണ്ട്, വേവിച്ച ചോറ്. ഈ റൈസ് നമ്മൾ അരി വേവിക്കുന്നത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഉതിരുതിരായിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ചെറിയ തീയിലൊന്ന് ആവി കയറ്റി എടുക്കുക. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ വളരെ എളുപ്പമാണ്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് അവരവർക്ക് ഇഷ്ടമുള്ള റൈത്തയോ അച്ചാറിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ്. ടിഫിൻ ബോക്സിലും കൊടുത്തു വിടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.